നിയമരംഗം. അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് കെ രാജശേഖരൻ കേരളാദിത്യപുരം സംസാരിക്കുന്നു. അറസ്റ്റിനെയും പോലീസ് കസ്റ്റഡിയെയും ഭയക്കാത്തവർ കുറവായിരിക്കും. ഗൗരവമുള്ള ഏതെങ്കിലും കുറ്റം ചെയ്തുവെന്ന് സംശയിക്കുന്നവരെ ലഭിച്ച വിവരങ്ങളുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ നിയമം അനുവദിക്കുന്നു. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനുദ്ദേശിച്ചുള്ള ആ നിയമം തന്നിഷ്ടം പോലെ ദുരുപയോഗിച്ച് അധികാരത്തിലുള്ളവർക്കും പോലീസിനും ശത്രുതയുള്ളവരെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വയ്ക്കുന്ന രീതി പണ്ടെന്ന പോലെ ഇന്നും അരങ്ങേറുന്നതിനാൽ നിരപരാധികൾക്ക് പോലും അറസ്റ്റ് ഭീതിയുണർത്തുന്നതാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട, ജനസൗഹൃദമായി പെരുമാറേണ്ട പോലീസ് കുറ്റകൃത്യരഹിതമായ സമൂഹത്തെ മാറ്റാൻ ഉപയോഗപ്പെടുത്താവുന്ന അറസ്റ്റ് എന്ന ആയുധത്തെ ഭരണാധികാരികളുടെ ഒത്താശയോടെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച ജനാധിപത്യത്തിന്റെ ഈ പുഷ്കലകാലത്തും നമുക്ക് ചുറ്റും സമൃദ്ധമായി അരങ്ങേറുന്നു. അറസ്റ്റ് എന്നത് ഒരു കുറ്റാരോപിതനെ തടങ്കലിൽ വയ്ക്കാനായി നടത്തുന്ന പോലീസിന്റെ ആദ്യ ഔപചാരിക നടപടിയാണ്. രണ്ട് തരത്തിലുള്ള അറസ്റ്റ് നിലവിലുണ്ട്. മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന വാറന്റിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തുന്ന അറസ്റ്റ്, അല്ലാതെ പോലീസ് അവർക്കുള്ള സ്വതന്ത്ര അധികാരം ഉപയോഗിച്ച് വാറന്റിന്റെ പിൻബലമില്ലാതെ നേരിട്ട് നടത്തുന്ന അറസ്റ്റ്. കൂടാതെ മജിസ്ട്രേറ്റിനും സാധാരണ പൗരന്മാർക്കും കുറ്റവാളികളെ ചില സന്ദർഭങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. പോലീസ് നേരിട്ട് നടത്തുന്ന അറസ്റ്റിനെയാണ് ആളുകൾക്ക് ഭയം. കാരണം കായികബലമുള്ളവരും അത് നിയമപരമായി ഉപയോഗിക്കാൻ അധികാരമുള്ളവരുമാണവർ. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ 24 മണിക്കൂർ വരെ മറ്റാരുടെയും നിയന്ത്രണമില്ലാതെ തടങ്കലിൽ വെച്ച് ചോദ്യം ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട്. ആ ചോദ്യം ചെയ്യൽ പലപ്പോഴും തങ്ങൾക്ക് താൽപ്പര്യമുള്ള മൊഴികൾ ലഭിക്കാനായുള്ള കായിക ബലപ്രയോഗത്തിലും മരണത്തിൽ പോലും കലാശിക്കാറുണ്ട്. പല സ്ത്രീധന പീഡന കേസുകളും ഗാർഹിക പീഡന കേസുകളും അതിനെ തുടർന്നുണ്ടാകുന്ന എതിർകക്ഷിയുടെ അറസ്റ്റും കസ്റ്റഡി പീഡനവുമെല്ലാം വസ്തുതകളിൽ നിന്നല്ല, മറിച്ച് പരാതിക്കാരിക്ക് എതിർകക്ഷിയെ എങ്ങനെയെങ്കിലും തളയ്ക്കണമെന്ന ദുർവാശിയിലാണ് ഉദയം കൊള്ളുന്നതെന്ന് സുപ്രീം കോടതി പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എതിരാളിയുടെ ഈ താൽപര്യത്തോടൊപ്പം അറസ്റ്റിനെ ധനസമ്പാദനത്തിനായി ഉപയോഗിക്കാനുള്ള പോലീസിന്റെ ചിലരുടെ സ്ഥാപിത താൽപര്യവും കൂടിച്ചേരുമ്പോൾ ഇന്ത്യൻ ലോ കമ്മീഷന്റെ 177 റിപ്പോർട്ടിലും നാഷണൽ പോലീസ് കമ്മീഷന്റെ 3 റിപ്പോർട്ടിലും പറയുന്ന പോലെ 60% അറസ്റ്റുകളും ശിക്ഷയ്ക്ക് മുമ്പുള്ള ജയിലിടലും അനാവശ്യവും നിയമവിരുദ്ധവുമാകുന്നു. ഇതെല്ലാം പരിഗണിച്ച് സുപ്രീം കോടതി അർണേഷ് കുമാർ കേസ് പോലെയുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവയെല്ലാം നിയമങ്ങളിലും സർക്കുലറുകളിലും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വാറണ്ടില്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റകൃത്യങ്ങളെ കോഗ്നൈസബിൾ ഒഫൻസസ് എന്ന് പറയുന്നു. ഏതൊക്കെയാണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് ഇന്ത്യൻ പീനൽ കോഡ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. താരതമ്യേന ഗൗരവം കൂടിയ കൊലപാതകം, മാനഭംഗം, പിടിച്ചുപറി തുടങ്ങിയവയാണ് അവ. അവയിൽ മാത്രമേ പോലീസിന് നേരിട്ട് അറസ്റ്റ് ചെയ്യാനാകൂ. അത്തരം കുറ്റങ്ങളിൽ പോലീസിന് നേരിട്ട് പരാതി സ്വീകരിച്ച് നടപടി തുടങ്ങാം. നോൺ കോഗ്നൈസബിൾ ഒഫൻസുകളിൽ മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് അറസ്റ്റ് ചെയ്യാനാകൂ. അവയിൽ ഒരാൾ പരാതി നൽകേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയിലാണ്, പോലീസിലല്ല. മാനനഷ്ടം ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റമാണ്. കോഗ്നൈസബിൾ കുറ്റങ്ങളിലും കുറ്റത്തിനുള്ള ശിക്ഷാകാലാവധിയുടെ അടിസ്ഥാനത്തിൽ 7 വർഷത്തിൽ കൂടിയവയെന്നും 7 വർഷത്തിൽ കുറഞ്ഞവയെന്നും രണ്ടായി തരംതിരിച്ചു വേണം അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുള്ള കുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനാണ് പോലീസ് കാരണം രേഖപ്പെടുത്തേണ്ടത്. എന്നാൽ 7 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷയുള്ള കുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്നതിനാണ് കാരണം എഴുതേണ്ടത്. 7 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷയുള്ള കുറ്റകൃത്യം ചെയ്തുവെന്ന് ലഭിച്ച പരാതിയുടെയോ വിവരത്തിന്റെയോ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യേണ്ടത് 5 സന്ദർഭങ്ങളിൽ മാത്രമാണ്. അതായത് ഇനിയും സമാനമായ കുറ്റം ചെയ്യൽ ഒഴിവാക്കാൻ, കേസിന്റെ ശരിയായ ഇൻവെസ്റ്റിഗേഷനു വേണ്ടി തെളിവുകൾ മാറ്റാനോ നശിപ്പിക്കാനോ ഉള്ള സാധ്യത ഒഴിവാക്കുവാൻ, സാക്ഷികളെ ഭയപ്പെടുത്തിയോ പ്രലോഭിച്ചോ സ്വാധീനിക്കുന്നത് ഒഴിവാക്കുവാനും, കൂടാതെ കേസിന്റെ വിചാരണയ്ക്ക് അദ്ദേഹം ലഭ്യമാകാതെയിരിക്കും എന്ന ബോധ്യമുള്ളപ്പോഴും. ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലേത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പോലീസ് രേഖപ്പെടുത്തണം. 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷാകാലാവധിയുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റം നടന്നുവെന്ന് വിശ്വസനീയ വിവരം ലഭിച്ചാൽ പോലീസ് ഓഫീസർക്ക് അത് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. 7 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷയുള്ള കേസുകളിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷൻ 41A അനുസരിച്ച് നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നാണ് നിയമം. അങ്ങനെ നോട്ടീസ് ലഭിക്കുന്നയാൾ ആ നോട്ടീസിൽ പറയുന്ന നിബന്ധനകൾ പാലിക്കണം. അങ്ങനെ നോട്ടീസിനനുസരിച്ച് ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിക്കുന്നുവെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല.
എന്നാൽ ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ രേഖപ്പെടുത്താവുന്ന കാരണങ്ങളാൽ അങ്ങനെ സഹകരിക്കുന്ന ആളെയും അറസ്റ്റ് ചെയ്യാം. നോട്ടീസിനനുസരിച്ച് അന്വേഷണത്തോട് തീരെ സഹകരിക്കുന്നില്ലെങ്കിൽ കോടതിയുടെ അനുമതിയോടെ അയാളെ അറസ്റ്റ് ചെയ്യാം. പോലീസിന് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന മറ്റ് സന്ദർഭങ്ങൾ നോക്കാം. പോലീസിന്റെ കൺമുമ്പിൽ ഒരു കോഗ്നൈസബിൾ കുറ്റം നടക്കുമ്പോൾ ഒരു പ്രഖ്യാപിത കുറ്റവാളിയെ കണ്ടെത്തുന്നുവെങ്കിൽ, മോഷണം മുതൽ കൈവശമുണ്ടെന്ന് ബലമായ സംശയമുള്ള ആളെ കണ്ടെത്തുമ്പോൾ, പോലീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമ്പോൾ, കസ്റ്റഡിയിൽ നിന്ന് ഓടിപ്പോയ ആളെയും ആർമിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആളെയും കണ്ടുകിട്ടുമ്പോൾ, കൂടാതെ മറ്റേതെങ്കിലും പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ആളെ കണ്ടെത്തുമ്പോഴും വാറണ്ടില്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യും. തന്റെ മുന്നിൽ വെച്ച് ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്യുന്നയാൾ അയാളുടെ പേരും വിലാസവും നൽകുന്നില്ലെങ്കിലോ തെറ്റായ പേരും വിലാസവുമാണ് നൽകുന്നതെങ്കിലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. ശരിയായ പേരും വിലാസവും ലഭിച്ചാൽ വിട്ടയക്കുകയും വേണം. അല്ലെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇനി അറസ്റ്റ് എങ്ങനെ നടത്തണമെന്ന് നോക്കാം. ഒരാൾ സ്വയം അറസ്റ്റിന് വിധേയനാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് താങ്കൾ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു വേണം അറസ്റ്റ് ചെയ്യേണ്ടത്. സ്ത്രീകളെ വാക്കാലും അറസ്റ്റ് ചെയ്യാം. പുരുഷ പോലീസ് സ്ത്രീയുടെ ശരീരത്തിൽ അറസ്റ്റിനായും സ്പർശിക്കാൻ പാടില്ല. പക്ഷേ അറസ്റ്റിനെ എതിർക്കുന്നുവെങ്കിൽ അറസ്റ്റിനുള്ള എല്ലാ മാർഗങ്ങളും പ്രയോഗിക്കാം. സ്ത്രീകളെ സൂര്യാസ്തമനത്തിനും ഉദയത്തിനും ഇടയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ സമയത്ത് അറസ്റ്റ് ചെയ്യണമെങ്കിൽ കുറ്റം നടന്നയിടത്തെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നിടത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. പ്രത്യേക സാഹചര്യത്തിൽ അത് ആവശ്യവുമല്ല. ഇന്ത്യയിൽ എവിടെയും പോയി പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്യുമ്പോൾ രക്ഷപ്പെടൽ ഒഴിവാക്കാൻ ആവശ്യമായ ബലപ്രയോഗം മാത്രമേ പ്രയോഗിക്കാവൂ. അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കാരണവും ജാമ്യം ലഭിക്കാനുള്ള അവകാശവും പോലീസ് അറസ്റ്റിലായ ആളെ അറിയിക്കണം. അത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ ആവശ്യപ്പെടുന്ന ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെയോ മറ്റാരെയെങ്കിലുമോ അറസ്റ്റിലായ വിവരവും അയാൾ എവിടെയാണെന്നും ധരിപ്പിക്കണം. ആരെയാണ് അറിയിച്ചതെന്ന് പോലീസ് സ്റ്റേഷനിലെ ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തുകയും വേണം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു അഡ്വക്കേറ്റിന്റെ സേവനം ലഭ്യമാക്കാനുള്ള അവകാശവുമുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഓഫീസർ ആ വ്യക്തിയുടെ ദേഹപരിശോധന നടത്തി അത്യാവശ്യമുള്ള വസ്ത്രങ്ങൾ ഒഴികെയുള്ളവയെല്ലാം ശേഖരിച്ച് രസീത് നൽകണം. സ്ത്രീകളെ സ്ത്രീ ഉദ്യോഗസ്ഥർ മാന്യത പാലിച്ച് പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന ആയുധങ്ങൾ കോടതിയിൽ നൽകണം. അറസ്റ്റ് ചെയ്യുമ്പോൾ തെളിവ് ശേഖരിക്കാനായി പോലീസ് ഓഫീസർക്കും മെഡിക്കൽ ഡോക്ടറെ കൊണ്ട് രക്തവും ഉമിനീരും രോമങ്ങളും വിരൽപ്പാടുകളും DNA-യും മറ്റും പരിശോധനയ്ക്ക് വിധേയമാക്കാം. ശരീരത്തിലെ മുറിവുകൾ, അക്രമത്തിന്റെ അടയാളങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ സർക്കാർ ഡോക്ടറെ കൊണ്ടും പരിശോധിപ്പിക്കണം. മാനഭംഗത്തിനിരയായ വനിതയെ വനിതാ ഡോക്ടർ താമസം വിന പരിശോധിക്കണം. മുറിവുകൾ, അക്രമത്തിന്റെ അടയാളങ്ങൾ, DNA-യും അക്രമം നടന്ന സമയവും വയസ്സും മറ്റും പരിശോധിച്ച് മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കി നൽകണം. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലുള്ള ആളെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും വേണം. അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസർ നെയിം പ്ലേറ്റ് ധരിക്കുകയും ഒരു മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ് തയ്യാറാക്കി വീട്ടിൽ ആരെയെങ്കിലും കൊണ്ട് സാക്ഷ്യപ്പെടുത്തി അറസ്റ്റ് ചെയ്ത ആളിന്റെ ഒപ്പും ശേഖരിച്ച് നൽകണം. കൂടാതെ ഒരു ഇൻസ്പെക്ഷൻ മെമ്മോയും തയ്യാറാക്കി സമർപ്പിക്കണം. അതോടൊപ്പം ജില്ലാ പോലീസ് കൺട്രോൾ റൂമിന് മുന്നിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേരുവിവരവും പ്രദർശിപ്പിക്കണം. ഒരു പോലീസ് ഓഫീസർ ഒരാളെ അകാരണമായോ അനാവശ്യമായോ അറസ്റ്റ് ചെയ്യുന്നത് കേരള പോലീസ് ആക്ടിലെ 116 വകുപ്പ് പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. പോലീസ് ചെയ്യുന്ന ഏതൊരു ഔദ്യോഗിക ഡ്യൂട്ടിയുടെയും ദൃശ്യശ്രാവ്യ രേഖകൾ തെളിവിനായി സൂക്ഷിക്കാൻ പോലീസ് ബാധ്യസ്ഥമാണ്. കൂടാതെ പോലീസ് നിർവഹിക്കുന്ന പൊതുസ്ഥലത്തെയോ സ്വകാര്യ സ്ഥലത്തെയോ പ്രവർത്തികൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നത് തടയാനും പാടില്ല എന്ന് കേരള പോലീസ് ആക്ടിലെ 33 വകുപ്പ് വ്യക്തമാക്കുന്നു. അറസ്റ്റ് ഏതൊരു വ്യക്തിയുടെയും സൽപ്പേരിന് കളങ്കം വരുത്തും. അറസ്റ്റും കസ്റ്റഡിയിൽ സൂക്ഷിക്കലും കുറ്റം തെളിയിക്കുന്നതിനു മുമ്പുള്ള ശിക്ഷയായതിനാൽ അത് അപൂർവമായി മാത്രം നടത്തേണ്ട ഒന്നാണ്. അതിനു വിരുദ്ധമായാണ് ഇന്ന് അക്കാര്യങ്ങൾ നടന്നുവരുന്നത്. അതിനാലാണ് ഉൾക്കൊള്ളാവുന്നതിലുമധികം ആളുകൾ നമ്മുടെ ജയിലുകളിൽ അവരുടെ മനുഷ്യാവകാശങ്ങളും പൗരസ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞുകൂടുന്നത്. സമ്പന്നമായ നിയമബോധമുള്ള ഒരു സമൂഹത്തിന് ചേർന്നതല്ല ഇത്. അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് കെ രാജശേഖരൻ, കേരളാതിഥ്യപുരം.